ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹീതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് ക്രിസ്തു സമ്പൂർണമായും സമർത്ഥമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പിതാവും വിശ്വാസത്തിന് പിതാവുമായ അബ്രഹാമിനെ നാം കണ്ടെത്തുന്നു. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുമിത്രങ്ങളെയും വിട്ട് താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടാൻ ആവശ്യപ്പെട്ടപ്പോൾ തെല്ലും ശങ്കിക്കാതെ, തെല്ലും ചിന്തിക്കാതെ തന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. അബ്രഹാം കർത്താവിന്റെ വാക്ക് അനുസരിക്കുക മാത്രമല്ല, ആ അനുസരണത്തിലൂടെ താൻ ഒരു വേർപാട് കൂടി അനുഭവിക്കുകയായിരുന്നു. തന്നെ സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളെയും താൻ വളർന്ന ദേശത്തെയും വിട്ടു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ മകനായി മാറണമെങ്കിൽ ചില തെറ്റായ ബന്ധങ്ങൾ, ചില തെറ്റായ വഴികൾ, ചില തെറ്റായ ചിന്തകൾ ത്യജിക്കേണ്ടതുണ്ടെന്നും അബ്രഹാം തന്റെ അനുസരണത്തിലൂടെ നമ്മോട് പറയുകയാണ്. തുടർന്ന് അബ്രഹാമിനോട് കർത്താവ്, നിന്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കുമെന്നും വാഗ്ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അബ്രഹാം വൃദ്ധനും എന്നാൽ സാറ വന്ധ്യയുമായിരുന്നു. എങ്കിലും അബ്രഹാം കർത്താവിൽ വിശ്വസിച്ചു. ആ വിശ്വാസം കർത്താവ് നീതിയായി കണക്കിട്ടു. പ്രിയരെ, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കാം, എന്നാൽ കർത്താവിൽ വിശ്വസിക്കുക. അവൻ അസാധ്യമായി യാതൊന്നുമില്ല. വാർദ്ധക്യത്തിൽ അബ്രഹാമിന് ഇസ്ഹാക്കിനെ നൽകാൻ കർത്താവിന് സാധ്യമെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലും കർത്താവിന് ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. അവൻ അനേകം ജനങ്ങളുടെ പിതാവായി തീർന്നു. അവരുടെ ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും വംശങ്ങളും ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദാനം ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറ, നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾ, നിങ്ങളെ അറിയുന്നവർ, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. തന്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച ഇസ്ഹാക്കിനെ മോറിയ മലയിൽ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോഴും അബ്രഹാം ശങ്കിച്ചില്ല, ഒരു നിമിഷം പോലും സംശയിച്ചില്ല. അല്ല, വിളിച്ചവനെ വിശ്വസിച്ചു. ഇതുപോലെ അനേകം ഇസ്ഹാക്കളെ നൽകുവാൻ ശക്തനായവനാണ് അവനെന്ന് വിശ്വസിച്ചുകൊണ്ട് ബലിയർപ്പിക്കാനായി അവൻ മുന്നോട്ട് വന്നു. ഹല്ലേലൂയ. കർത്താവ് തനിക്ക് നൽകിയ ദാനത്തേക്കാൾ അത് നൽകിയ ദാതാവിനെയാണ് താൻ അനുസരിക്കുന്നതെന്ന് അബ്രഹാം അവിടെ തെളിയിച്ചു. തിരുവെഴുത്തിൽ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിച്ചു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി തീർന്ന പോലെ നമുക്കും ദൈവത്തിന്റെ സ്നേഹിതനായി തീരുവാൻ കഴിയണം. അനുസരണത്തിലൂടെ അബ്രഹാമിനെ പോലെ അനുസരിച്ചുകൊണ്ട്, ദൈവകൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട്, അന്യനെയും തന്നെ പോലെ സ്നേഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.